ഇന്ന് കാലത്തത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ശർക്കര കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ ഇത് വെള്ളം വെച്ചിട്ട് 2 ശർക്കര ഇട്ടു. ഇതപ്പോൾ വെള്ളം തിളച്ചു. അപ്പോൾ നമ്മളിത് കാപ്പിപ്പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ കാപ്പിയായി. ഇനി നമ്മൾ കാലത്തേക്ക് ഒരു സാമ്പാർ, ഒരു തട്ടിക്കൂട്ട് സാമ്പാറും ബീട്രൂട്ട് ഉപ്പേരിയും പുട്ടും പഴമാണ് നമ്മൾ വെച്ചേക്കണത്. അപ്പോൾ ഇത് സാമ്പാറിലുള്ള പരിപ്പും കായും കൂടിയിട്ട് അതിലിട്ടിട്ട് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിലടിച്ചാൽ നമ്മുടെ പരിപ്പ് വേവും. എന്നിട്ട് പിന്നെ കഷ്ണങ്ങൾ, എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ല, ഉള്ള കഷ്ണം വെച്ചിട്ടൊരു സാമ്പാർ. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തു. പരിപ്പ് വെന്തയിൽ നമ്മളെന്താ പറയുക, ഈ കഷ്ണങ്ങളൊക്കെ ഇട്ടു വിട്ടു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, വീണ്ടും ആ കഷ്ണങ്ങളൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ കാലത്തേക്ക് പിട്ടാണ് ചായക്ക് വിചാരിച്ചത്. അപ്പോൾ പിട്ടിനുള്ളത് കുറച്ച് ജീരകവും ചുവന്നുള്ളി അരിഞ്ഞത് ഉപ്പും കൂടി വെച്ചിട്ട് അത് കുഴച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോറ് അപ്പുറത്തെ അടുപ്പിലായി. അപ്പോൾ ആ അടുപ്പത്ത് ഞാൻ ബീട്രൂട്ട് ഉപ്പേരി വെളിച്ചെണ്ണ വെച്ചിട്ട് ഇത്തിരി ഉള്ളിമുളകും മുപ്പിച്ചിട്ട് ബീട്രൂട്ടും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എന്താ പറയുക, പുളി ഒഴിച്ചു ആ കഷ്ണത്തിന്. പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1.5 ടീസ്പൂണ് മുളകും പൊടിയും കൂടിയിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ആക്കി. എന്നിട്ട് പിന്നെ അത് കടുക് പൊട്ടിച്ചു. അപ്പം നമ്മുടെ സാമ്പാറായി. ബീട്രൂട്ടിലേക്ക് നാളികേരം ചിരകി ഒഴിച്ചു. പിന്നെ നമ്മുടെ പിട്ട് വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ.